എല്ലാ വിഭാഗം ജനങ്ങളും LDF-നൊപ്പമാണെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി എളമരം കരീം MP. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ എലത്തൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ സന്ദർശിക്കാനെത്തിയപ്പോഴായിരുന്നു എളമരം കരീമിന്റെ പ്രതികരണം. തൊഴിലാളികളടക്കമുള്ള വോട്ടർമാരിൽ നിന്ന് വമ്പിച്ച സ്വീകരണമാണ് എളമരം കരീമിന് ലഭിച്ചത്. എലത്തൂർ മണ്ഡലത്തിലെ പര്യടനത്തിന്റെ ഭാഗമായ ആദ്യ സന്ദർശനത്തിനാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായ എളമരം കരീം MP എത്തിയത്. എലത്തൂർ മണ്ഡലത്തിലെ SK ബസാർ അടക്കമുള്ള ഇടങ്ങളിലെ കടകളും വോട്ടർമാരെയും നേരിൽ കണ്ടായിരുന്നു 4ാം ദിവസം എളമരം കരീം പ്രചരണം നടത്തിയത്. ഇടതുപക്ഷത്തിന് വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിൽ തൊഴിലാളികളിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും മികച്ച സ്വീകരണമാണ് എളമരം കരീമിന് ലഭിച്ചത്. LDF-നൊപ്പമാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തൊഴിലാളികൾക്കിടയിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും എളമരം കരീം പറഞ്ഞു. നല്ല ആവേശകരമാണ്. തൊഴിലാളികൾ വലിയ ആവേശം കാണിക്കുന്നുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ LDF-നോടൊപ്പമാണ്. ഇന്ത്യയെ സംരക്ഷിക്കാൻ വേറെ വഴിയില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. ലേബർ കോഡ് കൊണ്ടുവന്നും തൊഴിലാളികൾക്ക് വേതന വർധനവ് കൊണ്ടുവരാതെയും തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളെയും തകർത്ത സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് എളമരം കരീം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധ സമീപനത്തിനെതിരായി നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെന്നും എളമരം കരീം കൂട്ടിച്ചേർത്തു. എലത്തൂർ, എരഞ്ഞിക്കലിലും തലക്കളത്തൂർ, നന്മണ്ട പഞ്ചായത്തിലുമായാണ് 4ാം ദിനം എളമരം കരീം പര്യടനം നടത്തിയത്. ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള മണ്ഡലത്തിൽ നിന്ന് സ്ത്രീ വോട്ടർമാരുടെയും തൊഴിലാളികളുടെയും പിന്തുണ ലഭിക്കുകയാണെങ്കിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ എലത്തൂരിൽ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷം നേടാനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം. സിയാ ഷംസുദ്ദീൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.